അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ. നമുക്കിപ്പോൾ സുഖമല്ല കേട്ടോ. എന്നും അൽഹംദുലില്ലാ സുഖമാണെന്ന് പറയലില്ലേ. ഇന്നിപ്പോൾ വലിയൊരു സുഖമൊന്നുമില്ല. നല്ല ചുമ ഉണ്ട്, തലവേദന ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് ആസ്പത്രിക്കൊന്ന് പോകണം. അപ്പോൾ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ചായയും കടി ഉണ്ടാക്കാൻ ഞാൻ പറ്റില്ലല്ലോ, മക്കളൊക്കെ അല്ലേ. അപ്പോൾ രാവിലെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെക്കുകയാണ്. അപ്പോൾ കടി എന്ന് വെച്ചാൽ ഇന്ന് പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പുട്ടും കടലയാണ് കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ കടല മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കടല നമ്മൾ മാവേലിയിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ കടല ഉണ്ടായപ്പോൾ മക്കൾ പറഞ്ഞു, ഉമ്മച്ചി എന്നാൽ ഒരു ദിവസം പുട്ടും കടല ഉണ്ടാക്കേണ്ടിയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പുട്ടും കടല ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. അല്ലെങ്കിലും നമ്മൾ ഈ അടുക്കളയിലേറും പുട്ട് തന്നെയാണ്, അത് വേറെ കാര്യം. പിന്നെ കുക്കർക്ക് കടലയൊക്കെ കേകിട്ടിക്കണം. പിന്നെ അതിക്ക് ചെറിയ ഒരു വല്ലുള്ളിൻ്റെ ഒരു പോണ എടുത്തിക്കണം കേട്ടോ. പിന്നെ ഒരു തക്കാളിയും പാടെ അരിഞ്ഞിടുകയാണ്. അപ്പോൾ വല്ലുള്ളി ഒരു മുറി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്നും ഒക്കെപ്പാടൊന്നും എടുത്തിട്ടില്ല. കുറേ ഇട്ടാൽ ചിലപ്പോൾ ഒരു മധുരക്കാരം നമ്മളെ ചാറ്റിന്. അപ്പോൾ അങ്ങനെ ഞാൻ തക്കാളി അരിഞ്ഞിട്ടു. പിന്നെ 2 പോണ വെളുത്തുള്ളിയും പാടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇതാക്കണേ കൊട്ടക്കല്ലാണ് കേട്ടോ ഊറ്റി വെച്ചിരിക്കണത്. ഇന്ന് നേരത്തെ ഇടണമെന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് അരി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ചുട്ട് കഴിഞ്ഞാൽ ബാക്കിയാകാണ്. അപ്പോൾ പിന്നെ കുറച്ച് ചുട്ടാൽ മതി. കുറച്ച് ചുട്ടാൽ തികയില്ല, കുറേ ചുട്ടാൽ ബാക്കി ഇക്കാരം. അത് എല്ലാവരും അടുക്കളയിലും അങ്ങനെ തന്നെ ഇക്കാരല്ലേ. അപ്പോൾ ഏതായാലും ഇപ്പം ഇന്ന് നമ്മൾ കുറച്ച് തന്നെ ചൂടിനുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ കടലച്ചാറ്റിക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പെരിഞ്ചീരകവും മല്ലിപ്പൊടിയും പാടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പുട്ട് ചൂടുന്നത് നമ്മളെ ചിരട്ടപ്പുട്ട് തന്നെയാണ് ഇടുന്നത്, അല്ലാതെ നമ്മളെ പുട്ടും കുറ്റിയിൽ ഇട്ട് കണ്ടല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കടല ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ആ കടല ഒന്നുകൊണ്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ 2 വിസിൽ വരെ നമുക്കൊന്ന് കടലൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് നമ്മളെ പുട്ട് വെച്ച് കണ്ടും വേവിച്ചെടുക്കാം. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കടല അങ്ങോട്ട് വേകാതെ അങ്ങോട്ട് വിറങ്ങലിച്ച് കൊണ്ട് നിൽക്കും. അപ്പം അത് വേണ്ട. അപ്പോൾ ഏതായാലും നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിക്കണം കേട്ടോ. അപ്പം ഇനി നമ്മളേക്ക് പൊടിയും പഞ്ചാരയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് പഞ്ചാരയും കുറച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ അരി വാർത്ത് വെച്ചിക്കണേ അതൊന്ന് വെള്ളം ഇതായി കിട്ടണം. അപ്പോൾ തന്നെ നമുക്ക് ഞാൻ സീലിയിലൊന്നും പരത്തിടണില്ല, ഇങ്ങനെ തന്നെയാണ് പൊടിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ചായപ്പൊടിയും പഞ്ചാരയും ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. വീഡിയോ എന്നിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ചാറ്റക്കും വേണം തേങ്ങ, പുട്ടുക്കും വേണമല്ലോ. അപ്പോൾ ഞാനൊരു തേങ്ങ എടുത്ത് പൊളിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ തേങ്ങ വെള്ളത്തിന് മധുരം കുറച്ച് കുറവാണ്, അതുകൊണ്ട് തന്നെ മക്കൾക്കൊന്നും വേണ്ടി വരില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് കുടിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങൻ്റെ വെള്ളമൊക്കെ കുടിച്ച് നമ്മളെ കടല ഒന്ന് 2 വിസിൽ വരെ ഒന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് പുട്ടയിമ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ ഏതായാലും ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ കൊണ്ട് ചിരണ്ടി വെച്ചിട്ട് വേണം നമുക്ക് അരി പൊടിച്ചാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടിക്കണ്. അപ്പോൾ ഇതിനുള്ളിൽ ചാറ്റക്കും വേണം, കുറച്ച് പുട്ടുക്കും വേണം. അപ്പോൾ അങ്ങനെ ഇതാക്കണ്, തേങ്ങയൊക്കെ ഇതാക്കണം കേട്ടോ. പിന്നെ ആ ചിരട്ടിയിൽ കുറച്ചുണ്ട്, അത് നമുക്ക് ഇനി ചിരണ്ടി എടുക്കണം. പിന്നെ ഞാനിതാക്കണ് നമ്മളെ കൊട്ടക്കായലില്ല അരി ഞാൻ മിക്സിൻ്റെ ജാർക്ക് ഇട്ടെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് പൊടിഞ്ഞ് വരട്ടെ. പിന്നെ ഓഫാക്കി ഇതാക്കി കണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തിക്കണത്. അങ്ങനെ നമ്മളെ പുട്ടിൻ്റെ പൊടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് വന്നിക്കണ്. ഇങ്ങനെ പുട്ടിട്ടാലും നല്ല പുട്ട് തന്നെ ഇക്കാരം കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ വറുത്തിട്ടൊക്കെ ഇക്കാരം, പക്ഷേങ്കിൽ വിചാരിച്ചു നന്നാവില്ലേ, വറുത്തിട്ടില്ലെങ്കിൽ പുട്ട് നന്നാവില്ല എന്നൊക്കെ കരുതും. പക്ഷേങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളി പുട്ട് തന്നെ ഇക്കാരം ഇങ്ങനെ ചുട്ടാൽ സൂപ്പർ പുട്ട് തന്നെ ഇക്കാരം കേട്ടോ. അപ്പം ഇനി ചൂടാത്ത പോലൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഒന്ന് ചുട്ട് നോക്കണ്ടേ. പിന്നെ നമ്മൾ തുള്ളി ഉപ്പും കൂടി ഇട്ടെടുത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതിക്ക് വെള്ളം പാരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ല, ചിരട്ടിയിലൊരു തുള്ളി തേങ്ങയും കൂടിയൊക്കെ അങ്ങോട്ട് ഇതാക്കിയിട്ടുണ്ടാവും. ചിരണ്ടിയിട്ട് കിട്ടാത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്പൂണായിട്ടൊന്ന് നല്ലോണം ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാക്കണം നമ്മളെ ചിരട്ട പുട്ട് തന്നെയാണ്. അപ്പോൾ എന്നാൽ വലിയ ചിരട്ടയൊന്നുമല്ല കേട്ടോ, ചെറിയ ചിരട്ടിയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ പുട്ട് ചൂടുന്നത്. വലിയ ഇതിൽ ചുട്ടിട്ട് ആർക്കും വേണ്ട.
അപ്പോൾ അത് ഒക്കെ ബാക്കിയാക്കണം. അപ്പോൾ ചെറിയ ചിരട്ടിയാകുമ്പോൾ പാകത്തെ പുട്ടേക്കാരല്ലോ. അപ്പോൾ നമ്മൾ ഇതാക്കണേ അതിക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് പൊടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കുക്കറിൻ്റെ വിസിലൊക്കെ ഞാൻ ഊരി എടുത്തേക്കണേ. 2 വിസിൽ വന്നീനി കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഊരി എടുത്തത്, അല്ലെങ്കിൽ കടല വേകില്ല. പിന്നെ കടലയിൽ വെള്ളം ഉണ്ടോയെന്നൊക്കെ നോക്കണം, അല്ലെങ്കിലോ കടലയും പുട്ട് ചുട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ചാറുണ്ടാവില്ല കേട്ടോ, ഒക്കെ കരിഞ്ഞ് ഇതായിരിക്കും. പിന്നെ ഞാൻ പുട്ടൊന്ന് നമ്മളെ ചിരട്ട പുട്ടുണ്ടല്ലോ അതൊന്ന് മൂടി വെച്ചിന് കേട്ടോ. അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാതെക്കാനും പുട്ടൊക്കെ ഒന്ന് വേകാനൊക്കെ വേണ്ടി അത് ആവിയൊക്കെ വന്നിക്കണം. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ പുട്ടെടുക്കാം. അങ്ങനെ ഇതാക്കണേ, നമ്മളെ ഒരു ചിരട്ടപ്പുട്ട് റെഡി ആയിക്കണം കേട്ടോ. അപ്പം നമ്മളെ ചിരട്ടപ്പുട്ട് സൂപ്പറായി വന്നിക്കണ്. ഇനി നമുക്ക് അതൊന്ന് നമ്മളെ പാത്രത്തൊക്കെ ഒന്ന് തട്ടി വെക്കാം. അപ്പോൾ അതാ പുട്ട് റെഡിയായി. അപ്പോൾ പാകത്തൊരു പുട്ടായി അല്ലേ. അപ്പം ഇനി ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിനൊരു ഗ്ലാസ് ചായൻ്റെ വെള്ളം കുടിച്ചാണ് കേട്ടോ. കൊല്ലിക്കൊക്കെ വല്ലാത്തൊരു കാറൽ. അപ്പോൾ ചൂടുള്ള വെള്ളം തട്ടിയാൽ ഒരു സുഖമാണ്. അപ്പം നമ്മൾ ചായയൊക്കെ ഒന്ന് ചൂടാറ്റി എടുത്തേക്കണം കേട്ടോ. അപ്പം നമ്മൾ ഒന്ന് ഇരുന്ന് നല്ല റാത്തായിട്ട് കുടിച്ചട്ടെ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, പുട്ട് 2 എണ്ണം ചുട്ട്. അപ്പോൾ ഇതിന് നമ്മൾ മിന്നുട്ടി സാനുട്ടാനും വന്നിക്കണം കേട്ടോ മദ്രസക്ക് പോകാൻ. ഓരൊക്കെ പല്ല് വെച്ച് വന്ന്. അപ്പോൾ ഞാൻ ഒരു പുട്ട് ഓർക്ക് ഏതായാലും വേണ്ട. അപ്പോൾ ഒരു പുട്ട് 2 കണ്ടാക്കിക്കാണ്ട് 2 ആക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സനുട്ടന് ചാറായിട്ടില്ല. അപ്പോൾ ഓൻ പറഞ്ഞിപ്പോൾ പഞ്ചാര ഇട്ട് മതി വന്നിട്ട് മതിയായിരുന്നു കേട്ടോ ചാറ് പറഞ്ഞുകാണ്ട്. അപ്പോൾ 2 ആക്കും പഞ്ചസാര ഇട്ട് കണ്ടാണ് കേട്ടോ അപ്പോൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കൊടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ചായയിൽ കുറച്ച് മധുരം കുറവുണ്ട്, അതൊക്കെ ഇട്ടു. അപ്പോൾ മിന്നുട്ടിൻ്റെ പുട്ടൊക്കെ ഓള് തിന്നുകണ്. അപ്പോൾ സനുട്ടിൻ്റെ പുട്ടുണ്ടല്ലോ ബാക്കി ആക്കിയിട്ടിരിക്കണം കേട്ടോ. പോന് വേണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പുട്ടും നമ്മൾ അങ്ങനെയൊക്കെ ചുട്ടെടുത്തിക്കണ്. അപ്പോൾ നമ്മൾ ചാറൊന്ന് നോക്കാം. ചാറ് ഇതാക്കണം ഇപ്പോഴും തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. കടലയൊക്കെ ഒന്ന് വെന്തിക്കണ്. അപ്പോൾ കണ്ടില്ലേ കടലയൊക്കെ അടിപൊളിയായിട്ട് വെന്തിക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്താട്ടി ചാറ്റിൽ നിന്ന് കുറച്ച് കടല എടുക്കണം കേട്ടോ. കുറച്ച് കടല മാറ്റിയിട്ട് കടലയും തേങ്ങയും പാടെ ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക. അതങ്ങനെ അരക്കണമെന്ന് വെച്ചാൽ നമ്മളെ ചാറ് നല്ലൊരു കുറുന്നനെ കിട്ടാനാണ് കേട്ടോ. അപ്പോൾ ഒരു തുള്ളി വെള്ളം കൂടി മാണ്ടീനി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചുകൂടി വെള്ളം പറഞ്ഞിരിക്കണം. പിന്നെ ഒന്നുകൂടി തീമ വെച്ചേക്കണം കേട്ടോ ഞാൻ കടല. പിന്നെ മക്കളത് ആ ചായയൊക്കെ കുടിച്ച് ഒരു മദ്രസക്കൊക്കെ പോയി കേട്ടോ. അങ്ങനെ ഒരു മദ്രസക്കൊക്കെ പോയി കഴിഞ്ഞാൽ കടലയൊക്കെ ചൂടാറിയതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങയും കടലയും പാടെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് അത് അരച്ചെടുക്കണം. ഇങ്ങനെ ആയാൽ എന്താണെന്നറിയാം നമ്മളെ ചാറ് നല്ല കുറുന്നനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഇതാക്കുന്നത് നമ്മൾ അരക്കുകയാണ് കേട്ടോ. അങ്ങനെ തേങ്ങയും കടലയൊക്കെ അരച്ചിക്കണേ. ഇനി നമുക്ക് നമ്മളെ ചാറ്റിക്കാണ് പാർന്ന് കൊടുക്കാം. പിന്നെ ഇനി കുറച്ച് വെള്ളം കൂടിയൊക്കെ പാർന്ന് ചുറ്റി പാരട്ടോ നമുക്ക് നമ്മളെ ചാറ്. അപ്പോൾ കണ്ടില്ലേ കടലച്ചാറ് റെഡിയായി. നമ്മൾ മിക്സിൻ്റെ ജാറും കൂടി ഒന്ന് കേക്ക് എടുത്തിക്കണേ. ഞാൻ അതൊന്ന് തിളപ്പിച്ചാണ് കേട്ടോ. നമുക്ക് നമ്മളെ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ അതാ ചാറൊക്കെ ഒന്ന് തിളച്ച് വന്നിക്കണ്. ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് ജീരുള്ളി അരിഞ്ഞിട്ട് നമുക്കൊന്ന് നമ്മളെ ചാറൊന്ന് ഇതാക്കണം, താളിച്ചെടുക്കണം. അപ്പം തിരിച്ചണക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഗ്യാസ് കഴിഞ്ഞാവുമെന്നുള്ളത്. പക്ഷേങ്കിൽ ഗ്യാസ് കഴിഞ്ഞിട്ടൊന്നുമില്ല അതിന് കേട്ടോ. പിന്നെ ഓഫാക്കി പിന്നെ തുറന്ന് നോക്കിയപ്പോൾ ശരിയായി. അപ്പോൾ നമ്മളെ പുതിയ ചട്ടി തന്നെയാണ് ഇപ്പോൾ ഉള്ളിയൊക്കെ തൂമിച്ചൽ കേട്ടോ. അങ്ങനെ അതാ ചട്ടിയൊക്കെ ചൂടായിക്കണ്. കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുത്ത് കരിവേപ്പിൻ്റെ ഇല എടുത്ത് തുറന്നിക്കണം കേട്ടോ. ഇനി നമ്മളെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. നല്ലോണം ഒന്ന് ഇതായി വരട്ടെ. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ മോറാണ്ട് നമ്മൾ ആ സ്പൂൺ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് കേട്ടോ നമ്മളെ ഫോൺ ഇങ്ങനെ വട്ടം കറങ്ങിയത്. അതിപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചത് എന്താ ഇപ്പോൾ അത് വട്ടം കറങ്ങണമെന്നുള്ളത്. പിന്നെ വെച്ച് മനസ്സിലായത് സ്പൂൺ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു. ഇങ്ങനത്തെ കയ്യിലൊന്നും ഇടാതെ ഇങ്ങനത്തെ മരത്തിൻ്റെ സ്പൂണൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ചട്ടിയൊക്കെ നല്ല ഉഷാറാക്കിക്കാണ് കൊണ്ടുനടക്കും. കുറച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ മറ്റേ സ്പൂണും കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് വിര വിൽക്കും. അപ്പോൾ വിര വിൽക്കാതൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കാട്ടുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാലുണ്ടല്ലോ നമ്മളെ ചട്ടി കുറേ കാലം വീണ്ട് നിൽക്കും. ശ്രദ്ധിച്ചാത്തതുകൊണ്ടാണ് നമ്മൾ. പിന്നെ കുറച്ച് മുളകും പൊടി പാടെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഞാൻ നമ്മളെ ഉള്ളി മൂത്തപ്പം നമ്മളെ ചാറായിക്കാണ് പാർന്ന് കൊടുക്കുക മക്കളെ. അപ്പം ഇന്ന് കടലച്ചാറും പുട്ടും, കടലയും പുട്ടും നല്ല കോമ്പിനേഷനാണല്ലേ.
അതേമാതിരി ചെറുപയർ. പക്ഷേ ചെറുപയർ ഇവിടെ ഉണ്ടാക്കിയാൽ വലിയൊരു പുടുത്തല്ല മക്കൾക്ക് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടി ചാറൊക്കെ പാർന്ന് ആ ചട്ടി ഒന്നും കൂടിയൊക്കെ ചുഴറ്റിയെടുക്കുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി മുളകും പൊടിയും എണ്ണയും ഉള്ളിയും ഒക്കെ അതിൽ കറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് ചുഴറ്റി പാരാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാക്കണ് നമ്മളെ പുട്ടും കടലയും റെഡി ആയിക്കണ്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചായ കുടിച്ചാൽ മക്കളെയൊക്കെ പറഞ്ഞയച്ചല്ലോ. അപ്പോൾ ഇതാക്കണേ ഞാനൊരു പുട്ടെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു പാകത്തെ പുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ ചായയും കൂടി പാട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പാട്ടിയിൽ ചായ അടിച്ചെങ്കിലേ നമുക്ക് റാഹത്താവുള്ളൂ. പിന്നെ നമ്മളെ പുട്ടും കൂടി പുട്ടിക്ക് ചാറ് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഇപ്പോൾ കണ്ടില്ലേ കുറുന്നനുണ്ടല്ലേ ചാറൊക്കെ. നമ്മൾ ആ പുട്ടിൻ്റെ മേലേക്ക് ഇതാക്കണേ ചാറ് പറഞ്ഞു കൊടുന്നു. ഇനി നമുക്ക് ചായ അടിച്ചാൽ പുട്ടൊക്കെ ആയാലും തന്നല്ലേ നല്ലോണം ചാറും വേണം. ഇതിങ്ങനെ ചാക്കേരിൻ്റെ പുട്ടും കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ ഏറെയാണ് ചാറ് പാർന്നാലും കാണൂല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിന്. അപ്പോൾ ഇതാക്കണേ നമ്മൾ ചായ കുടിച്ചാൽ വേണ്ടി ഇരിക്കുകയാണ്. കണ്ടില്ലേ ആ പുട്ട് കണ്ടില്ലേ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ല. അപ്പം എല്ലാവരും വിചാരമുണ്ട് പുട്ട് നന്നാവില്ല എന്നൊക്കെ കാരണം വറുത്തിട്ടില്ലെങ്കിൽ. പക്ഷേങ്കിൽ വറുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ആകെ അടിച്ചു വരികയാണ് കേട്ടോ. ആകെയൊക്കെ അടിച്ചു വരണം. പിന്നെ സനുട്ടന് സ്കൂളിൽ കൊണ്ടുപോകാൻ നമ്മളൊരു മുട്ട പൊട്ടിച്ചേക്കണേ. അപ്പം ഉള്ളിയൊന്നും ഇടാത്ത മുട്ടയാണ് കേട്ടോ പൊരിച്ചിടുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കണം. അപ്പം മിന്നുട്ടിക്കും തന്നെ ഓക്കും ഒന്നിങ്ങനെ കുരക്കണുണ്ട്. അതേമാതിരി ഒക്കെയുള്ള തൊള്ളയിലൊരു പുണ്ണും ഉണ്ട് കേട്ടോ, വായ്പുണ്ണ്. അപ്പോൾ അതൊന്ന് കാണിച്ചും കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഓളൊന്ന് സ്കൂൾക്ക് പറഞ്ഞേക്കണില്ല കേട്ടോ ഞാൻ. അപ്പോൾ സനുട്ടന് കൊണ്ടുപോകാൻ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചേക്കണം. അപ്പോൾ ചട്ടിയിൽ എണ്ണയൊക്കെ പാർന്ന് ഞാൻ പൊരിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു മുട്ടയാണെങ്കിലും അത് 2 മുട്ടയാക്കി കണ്ട് പൊരിച്ചാൽ നമുക്ക് വെയ്ക്കൂട്ടോ. കണ്ടില്ലേ അതിലൊരു തുള്ളി പാർന്ന് കണ്ട് ഞാൻ സനുട്ടനൊന്നും പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ബാക്കി പാർന്ന് കണ്ട് നമ്മൾ മിന്നുട്ടിക്കും പൊരിച്ചാണ് കേട്ടോ. അപ്പോൾ ഓള് പറഞ്ഞ് സനുട്ട സ്കൂൾക്ക് പോകണ് ഓന് മുട്ട അപ്പോൾ ചില്ലം വെച്ച് തരണം. അപ്പം എന്നാൽ ഓക്കും പാടാ ഒന്ന് പൊരിച്ചാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മുട്ട കൊണ്ട് 2 മുട്ടയാക്കി പൊരിച്ചെടുത്തുക്കണം കേട്ടോ. അങ്ങനെ സനുട്ടൻ്റെത് ഞാൻ പൊരിച്ചു. കണ്ടില്ലേ വലിയ മുട്ടയാക്കണം, ഒരു ചട്ടി നിറച്ചില്ല മുട്ടയാക്കണം കേട്ടോ. അങ്ങനെ അത് ഞാൻ സനുവിൻ്റെ പാത്രത്തിലാക്കിക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി അത് നമുക്ക് പാർന്ന് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ പാർന്ന് ചുറ്റിച്ചാൽ ഒരു മുട്ടയായി കേട്ടോ. അങ്ങനെ 2 ആളെയും പരാതി തീർന്നു. 2 ആൾക്കും 2 വലിയ മുട്ട തന്നെ ആക്കി എടുത്തേക്കണം കേട്ടോ. അത് ഉള്ളിട്ടിക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാൻ വയ്ക്കൂല കേട്ടോ. ഉള്ളിയിട്ട് അങ്ങനെ വയ്ക്കൂല. ഉള്ളി ഇടാത്തതുകൊണ്ടാണത് ഒരു മുട്ട നമ്മൾ 2 മുട്ടയാക്കി പൊരിച്ചത്. അങ്ങനെ സനുവിൻ്റെത് ഒക്കെ ഇട്ടു. അപ്പോൾ അങ്ങനെ ഓൻ പോവുകയാണ് കേട്ടോ, സ്കൂൾക്ക് പോവുകയാണ്. അപ്പോൾ ഓൻ്റെ ബാഗ് അവിടെ അങ്ങനെ പൊട്ടിന്. അപ്പോൾ ശരിയാവും അമ്മ എന്നൊക്കെ ചോദിച്ചതാണ് ഓന്. അങ്ങനെ സെല്ലാനൊക്കെ പറഞ്ഞ് പോയി. പിന്നെ നമ്മൾ തുറക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആസ്പത്രിക്ക് പോകണം. അപ്പോൾ ഞാൻ ആകമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആകമൊക്കെ തുടച്ച് എല്ലാതും കഴിഞ്ഞു. അപ്പോൾ ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ചോറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട് തലേന്ന് വെച്ചത്. അപ്പോൾ പിന്നെ അതൊന്ന് തിളപ്പിച്ച് വിട്ട വന്നിട്ട് എഴുതി. പിന്നെ കുരക്ക് മരുന്നിന് നമ്മൾ കുപ്പി കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ കുപ്പി ബാഗിലിട്ടിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ മാറ്റി ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ പോകാൻ വേണ്ടി മാറ്റിയിരിക്കണം കേട്ടോ. ഇന്നിട്ടിനും മാറ്റിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 ആളും മാസ്കൊക്കെ വെച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആസ്പത്രിക്ക് ആയതുകൊണ്ട് തന്നെ മാസ്ക് നിർബന്ധമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ് കയറി അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ ആസ്പത്രിയിൽ എത്തിക്കണം കേട്ടോ. ഞങ്ങളവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ട് നമുക്ക് മരുന്നൊക്കെ കിട്ടിയിരിക്കണേ. 2 ആൾക്കും മരുന്ന് കിട്ടിയിരിക്കണം കേട്ടോ. പക്ഷേങ്കിൽ കുരക്കില്ല മരുന്ന് നമുക്ക് പുറത്തേക്ക് എഴുതിക്കണം. അങ്ങനെ നമ്മൾ കുടിയേക്ക് പോന്നു. അപ്പോൾ നമ്മൾ കുടിയേക്ക് പോകുന്ന രംഗമാണ് ഇപ്പോൾ ഇത്. ആസ്പത്രിയിലൊക്കെ പോയി മരുന്നൊക്കെ കിട്ടി നമ്മൾ പെരയിൽ നിന്ന് പോന്നു. അപ്പോൾ ഞാൻ പോന്നപ്പോൾ ഒരു 50 ഉറുപ്പ്യക്ക് പലവക വാങ്ങിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചട്ടിയിലാക്കിയിട്ട് ഞാനിപ്പോൾ വെക്കണില്ല, ഞാനത് ഫ്രിഡ്ജിലേക്കാണ് കയറ്റിക്കണം കേട്ടോ. ഇനി നമുക്ക് ചോറൊക്കെ ഉണ്ടല്ലോ തിളപ്പിച്ച് ഊറ്റാൻ. അപ്പോൾ അത് തിളപ്പിച്ച് ഊറ്റാൻ ചെമ്പട്ടിയിൽ വെള്ളം വെച്ചേക്കണം കേട്ടോ ഗ്യാസമ്മേ. ഞാൻ നല്ലോണം ഒന്ന് തിളക്കട്ടെ. കഴിഞ്ഞിട്ട് നമുക്ക് ആ ചോറിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ പരിപ്പിൻ്റെ ചാറ് ഉണ്ടായിനി കണ്ടല്ലേ, പരിപ്പും ചാറ് ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഒരു തുള്ളി പയറുണ്ട്, അതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ചാറ് അവിടെ കടന്ന് തിളക്കട്ടെ.
പിന്നെ നമുക്ക് നമ്മളെ പയറുപ്പേരി ഉണ്ടല്ലേ കുറച്ച് അതുണ്ട്, പിന്നെ മീനുണ്ട്, ഒരു 3-4 എണ്ണം മീനുണ്ട്. അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ കണ്ടോ ചോറ് നല്ല ചോറാണ് കേട്ടോ. റേഷൻ പീടികത്തെ അരിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, വേഗം കയറാത്തതുകൊണ്ട് തന്നെ തിളപ്പിച്ച് ഊറ്റിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ചോറ്റിന് നല്ല ചോറ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നല്ലോണം ഒന്ന് കേകി എടുക്കണുണ്ട് കേട്ടോ ചോറ്. അപ്പോൾ ഈ കുര ആയതുകൊണ്ട് തന്നെ തിളപ്പിച്ചാതെ പറ്റൂല. പക്ഷേ എനിക്ക് തിളപ്പിച്ചാതെ തിന്നുള്ളതാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ ഇപ്പോൾ തിളപ്പിച്ചാതെ ഞാൻ തിന്നാൻ പറ്റൂല, കാരണം മഞ്ഞപ്പീത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ. അപ്പോൾ പിന്നെ തിളപ്പിച്ചാൽ ഞാൻ പറ്റൂല. അപ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിച്ച് എടുക്കണം. അതിന് ഞാൻ നല്ലോണം കേകി ഓട്ടപ്പാത്രത്തേക്ക് പാർന്നിക്കണം. അപ്പോൾ ചാറൊക്കെ തിളച്ചിക്കണ്. പിന്നെ ഞാൻ പയറും തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മളെ ചാറൊക്കെ അടിപൊളിയായിട്ട് തിളച്ച് വന്നു. ഇനി നമുക്ക് പയറും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ മീനും വേണമെന്ന് ചൂടാക്കാം. അപ്പോൾ പയറങ്ങനെ ചൂടായി വരട്ടെ. പിന്നെ നമ്മളെ ചോറ്റിന് വെച്ച വെള്ളം ഉണ്ടല്ലോ, തിളപ്പിച്ചാൻ വെച്ച, അതൊന്ന് തിളക്കണം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ബാക്കി അല്ല, ഇതൊക്കെ കജ്ജട്ടഞ്ഞിട്ടേ പിന്നെ നമ്മൾ വേറെ വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ പയറൊക്കെ ഞാൻ വേറെ പാത്രത്തേക്ക് ആക്കിയിരുന്നു. പിന്നെ ആ ചട്ടി തന്നെ തുള്ളി മേക്ക് പറഞ്ഞിട്ട് ഞാൻ ആ മീനും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഫ്രിഡ്ജിലായതുകൊണ്ട് ചൂടാക്കാൻ ഞാൻ പറ്റൂല. അങ്ങനെ അതും തന്നെ മീനും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതാ മീനൊക്കെ ആ ചട്ടി തന്നെ ചൂടാക്കാൻ കഴിയില്ല. ആകെ 3-4 കണ്ട മീനല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ ചെറിയ ചട്ടിയിലിട്ട് കാണാൻ ചൂടാക്കാൻ, മറ്റേ ചട്ടിയാണ് മോറിയും വെക്കായത്. അപ്പോൾ നമുക്ക് ഉച്ചക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ ചൂടായി വന്നിക്കണ്. ഞാൻ ഒന്ന് ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ മറിച്ചിട്ട് കൊടുത്തിക്കണ്. അങ്ങനെ മീനൊക്കെ മറിച്ചിട്ടു. ഇനി നമുക്ക് തിരിച്ചാണ്ട് ഓഫാക്കാം. ഇനി നമ്മൾ ഇതും തിളച്ചെന്തൊക്കണം കേട്ടോ ആ വെള്ളം. ഞാൻ ചോറ് നമുക്ക് കൈക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടല്ലേ അരിമണി പോലെ ഉണ്ടല്ലേ. റേഷൻ പീടികത്തെ അരിയാണ് പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾ തലേന്ന് ഊറ്റിയിടുമ്പോൾ നല്ലോണം വേഗാതെ ഊറ്റിയിട്ടുകൊണ്ടാണ് നമ്മൾ ഈ ചോറ് ഇങ്ങനെ. അല്ലെങ്കിൽ പറ്റൂല, തിളപ്പിച്ച് ഊറ്റാൻ പറ്റൂല. അല്ലെങ്കിൽ തിളപ്പിച്ച് ഊറ്റിയാൽ പിന്നെ പറ്റങ്ങോട്ട് ഓടി. അപ്പോൾ ഇതിപ്പോൾ നല്ല ചോറ് തന്നെയാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ. അപ്പോൾ നല്ലോണം ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓട്ടപ്പാത്രത്തൊക്കെ കണ്ടല്ലേ ചോറ് സൂപ്പറായി വന്നില്ലേ. അങ്ങനെ ഞങ്ങൾ ചോറ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീനുട്ടിക്ക് ചോറ് വിളമ്പുകയാണ്. പിന്നെ ഞാനും വിളമ്പ് തന്നെയാണ് കേട്ടോ. നമുക്കും വിളമ്പണം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒപ്പം ചോറ് വെച്ചാണ് കേട്ടോ. എന്നാൽ തന്നെ ആ ചോറ് പിന്നെയും ബാക്കിയാണ് മക്കളെ. പിന്നെ നമ്മളെ ജീനു സ്കൂൾ പറഞ്ഞാൽ പറയും നമ്മളെ ചെറുതാക്കല്ലേ ഇമ്മച്ചിയേറി സ്കൂൾ പറഞ്ഞാൽ. ഓൻ കോളേജ് ഇട്ടെന്നാലും ഓന് ചോറ് വേണം. അപ്പോൾ അതിനുള്ള ചോറും ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ഞാൻ എന്താ മീൻ എടുത്തിക്കണേ. പിന്നെ ഓക്ക് പിന്നെ പയറുപ്പേരി ഒന്നും വേണ്ട. അപ്പോൾ ഓക്ക് ഇതാക്കണേ, ഓക്ക് ആ മുട്ട പൊരിച്ച് ഓക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കത് മതിയായിരുന്നു. പിന്നെ നമ്മൾ പരിപ്പും ചാറും പറഞ്ഞിക്കണം കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ജീന് വന്നാലും ഓന് കൊടുക്കാനുള്ള ചാറും ചോറും ഉപ്പേരിയും ഒക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരത്തിന് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ ചോറ് വെച്ചാൽ നിൽക്കുകയാണ്. പരിപ്പും ചാറൊക്കെ പറഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുക്കണോ എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പുടിയാടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ചോറയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുന്ന മരുന്നുണ്ടല്ലോ, അത് കുടിച്ചണമല്ലോ, പാത്തച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് കുരക്കും തലവേദനക്കും ഒക്കെ ഗുളിക നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അത് കുടിച്ചാണ്. വെച്ച് കുരക്ക് മരുന്ന് എഴുതിനി ഓക്കും എഴുതിക്കണം. അപ്പോൾ രണ്ടാൾക്കും ഒരേ മരുന്ന് തന്നെയാണ് എഴുതിക്കണം. അപ്പോൾ പിന്നെ ഞാൻ ഒരു കുപ്പി വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഗുളിക കുടിച്ചു. ഇനി ഓക്കുള്ള ഗുളികയും കൂടി ഒന്ന് കൊടുക്കുകയാണ്. ഒക്കെ കാര്യമായിട്ട് പോയത് ആ പുണ്ണിനാണ് കേട്ടോ. അത് ഉണ്ടായിട്ട് ഒക്കെ ഒരു സാധനം തിന്നാൻ കഴിച്ചിട്ടുണ്ടില്ല. സ്കൂളിൽ നിന്നൊക്കെ ചോറൊക്കെ എങ്ങനെയാണ് അമ്മ ഞാൻ തിന്നത്, നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഒരു വരുത്താന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോര് വിളിച്ചിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് കൊണ്ടുപോയതാണ്. അപ്പോൾ ഭയങ്കര വേദനയാണല്ലോ ആ പുണ്ണുണ്ടായ തൊള്ളിയിൽ, ഒരു സാധനം തിന്നാൻ കഴിച്ചില്ല. അപ്പം അങ്ങനെ നമുക്കറിയാമല്ലോ അതിൻ്റെ വേദന എന്താണെന്നില്ല. പിന്നെ കുട്ടികളത് പറയണം. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ.